അതിനെ വെട്ടിക്കാൻ വേറെ ഒരു വണ്ടി ഇല്ലായിരുന്നു. വൺ ഓഫ് ദ റെയറസ്റ്റ് ബൈക്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ദേ അതാട്ടോ നമ്മുടെ വണ്ടി. വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് ഈസ് കൊച്ചി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ ദേ ഇന്ന് നമ്മൾ ഇറങ്ങിയേക്കണത് വൺ ഓഫ് ദ റെയറസ്റ്റ് വണ്ടി നമ്മൾ പൊക്കാൻ പോകണേട്ടോ. അതായത് ഓൾറെഡി പൊക്കി വെച്ചേക്കണേണ്, അത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്തിക്കണം. വണ്ടിയൊക്കെ നിങ്ങൾക്ക് കുറേ ന്യൂസ് ചാനലിലും കുറേ വെബ്സൈറ്റിലും വന്ന ഒരു വണ്ടിയാണ്. വണ്ടി എന്ന് വെച്ചാൽ ഒരു ഡുക്കാട്ടി കസ്റ്റംസുകാർ പിടിച്ചിട്ട് അവിടെ കാലങ്ങളായിട്ട് മഴയും വെയിലും കൊണ്ട് കിടക്കണം ഉണ്ടാവും അല്ലേ. ഡുക്കാട്ടിയുടെ 1098S എന്ന് പറഞ്ഞൊരു വണ്ടി, അത് കുറേ കാലങ്ങളായിട്ട് നമ്മുടെ കസ്റ്റംസിൽ പിടിച്ച് ആകെ നാശമായി, ഫുൾ മഴയും പൊടിയും വെയിലും കൊണ്ട് അവിടെ നശിപ്പിച്ചിട്ടേക്കണമായിരുന്നു. അത് നമ്മുടെ ഒരു ഫ്രണ്ട് അത് അങ്ങ് എടുത്തു കസ്റ്റംസിൽ നിന്ന്. നമുക്ക് ലേലം വെക്കും അവിടെ. അപ്പോൾ അങ്ങനെ അതിൽ ബിഡ് ചെയ്ത് നമുക്ക് ആ വണ്ടി എടുക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ആ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ അഷ്കർ എന്നാണ് പേര്. അപ്പോൾ ആ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഡുക്കാട്ടിയിൽ കൊണ്ടുപോകാൻ പോകണമാണ്. ആ വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളും നമുക്ക് കാണാം അതെങ്ങനെയായിരുന്നു. അവൻ ഇപ്പോൾ കുറച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ഇന്ന് ഇറങ്ങിയേക്കുന്ന 790 ആണ്. ബാക്കിൽ നമ്മുടെ നിഹാദൂട്ടുണ്ട്, നമ്മുടെ സ്വന്തം വണ്ടി, നമ്മുടെ മയിൽ വാഹനം. അപ്പോൾ നമ്മളിന്ന് വണ്ടി എടുത്തിട്ട് നേരെ ഡുക്കാട്ടി ഷോറൂമിലേക്ക് പോകും. ആ ഷോറൂമിലാണ് നമ്മൾ വണ്ടി റീസ്റ്റോർ ചെയ്യാനുള്ള പ്ലാൻ കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ ഷോറൂമിലേക്ക് പോകാം. അപ്പോൾ ദേ അതാട്ടോ നമ്മുടെ വണ്ടി. അതാണ് നമ്മുടെ ഡുക്കാറ്റി ലിമിറ്റഡ് എഡിഷൻ ട്രൈ കളർ വണ്ടി കേട്ടോ. ആകെ 1013 വണ്ടി എന്തോ ഉള്ളൂ വേൾഡ് വൈഡ്. 2007 മേക്കാണ്. അതൊക്കെ ഡീറ്റെയിലൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ കുറേ നാളായിട്ട് കസ്റ്റംസിൽ കിടക്കണതാണ്. ഏകദേശം 6-7 വർഷമായിട്ട് കസ്റ്റംസിൽ കിടന്ന വണ്ടിയാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു ഫോട്ടോയും വീഡിയോ ഒന്നും വന്നിട്ടില്ല. കുറേ ഫോട്ടോസും ആർട്ടിക്കിൾസൊക്കെ ഉണ്ടാവും. കസ്റ്റംസ് പിടിച്ചിട്ട വണ്ടി, ടാക്സ് അടയ്ക്കാൻ പറ്റാണ്ട് പിടിച്ചിട്ട വണ്ടിന്ന്. അതിപ്പോൾ നമ്മുടെ അഷ്കർ ഇറക്കി. എനിക്കൊന്നും അധികം പണിയില്ല. ഡുക്കാട്ടിയുടെ പെയിൻ്റൊക്കെ ഞാൻ അടുത്ത് കാണിച്ചു തരാം. നല്ല സെറ്റപ്പ് പെയിൻ്റാണ്. പിന്നെ വണ്ടി നമ്മൾ ഫുള്ളായിട്ട് കെട്ടി നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട്. അറിയാലോ നമ്മൾ 790 ഈ വണ്ടി തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ഡുക്കാട്ടി ഷോറൂം. അവിടെ ചെന്നിട്ട് വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ആവില്ല. ബാറ്ററി വെച്ചപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അതും വർഷങ്ങളായിട്ട് പമ്പ് വരെ വർക്കിംഗ് ആണ്. ഡുക്കാട്ടിയുടെ ഫ്യൂൽ പമ്പ് വരെ വർക്കിംഗ് ആണ്. പിന്നെ കുറേ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഈ കസ്റ്റംസ് ഇവിടെ കടലിൻ്റെ സൈഡിൽ തന്നെയാണല്ലോ, കൊച്ചിയിലാണല്ലോ. അപ്പോൾ അത് കാരണം ഫുൾ തുരുമ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ അതിൽ കാണും. അല്ലെങ്കിൽ വണ്ടി വെറുതെ സൂപ്പറാണ്. സൈഡിൽ നിങ്ങൾ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടി. ദേ അങ്ങനെ വണ്ടി നമ്മൾ ഡുക്കാട്ടിയുടെ ഷോറൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആരൊക്കെയാ നോക്കിയാൽ നമ്മുടെ ഒപ്പം ഇന്ന് നമ്മുടെ റെഡ്ബി കുട്ടനുണ്ട്. എന്താ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, റെഡ്ബിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്. പിന്നെ നമ്മുടെ നിഹാദൂട്ടൻ്റെ കെട്ടല്. ഇത് നിഹാദിൻ്റെ തൊഴിലാട്ടോ. നിങ്ങൾക്ക് വല്ല ഇങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ അവനെ വിളിച്ചാൽ മതി. ഇതാണ് നമ്മുടെ അഷ്കർ കേട്ടോ. നമ്മുടെ അഷ്കർ കുട്ടനാണ് വണ്ടി കസ്റ്റംസിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുത്തേക്കണത്. അപ്പോൾ ഇതാട്ടോ വണ്ടി. നമുക്ക് താഴത്തേക്ക് ഇറക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വോക്ക് അറൗണ്ട് പോലെ കാണിച്ചു തരാം എന്താ സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ 1098S. ഇതാണ് ആ ട്രൈ കളർ എഡിഷൻ ഞാൻ പറഞ്ഞത്. ആ റെഡ്, വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. ഇങ്ങനെ ഇറങ്ങുന്ന ഡുക്കാട്ടിയുടെ വണ്ടികളെല്ലാം ലിമിറ്റഡ് എഡിഷൻ വണ്ടികളായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. 2 പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്. ജസ്റ്റ് ഓൺ ആക്കി കാണിച്ചു കേട്ടോ. ബാറ്ററി ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഓൺ ആയിട്ടോ. ഒറ്റയടിക്ക് തന്നെ സാധനം ഓൺ ആയിട്ടുണ്ട് കണ്ടോ. പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്. ഇത് എയർ ഇൻടേക്കും കാണാം. ഇതൊക്കെ കാർബൺ ഫൈബറാണ്. അതൊക്കെ ഒറിജിനൽ കാർബൺ ഫൈബറാണ്. ആ 2007 മേക്ക് ചെയ്തപ്പോൾ മുതൽ ആ സാധനം കാർബൺ ഫൈബർ തന്നെ ആയിട്ടാണ് ഇറങ്ങിയേക്കണേ. പിന്നെ അതേ ഫ്രണ്ടിൽ നിന്ന് കാണാം 2 ഡുവൽ ഡിസ്ക് ബ്രേക്സ് ആണ്. ബ്രംബോയുടെ ഡിസ്ക് ബ്രേക്സ്. ഏകദേശം എനിക്ക് 330 mm ഭയങ്കര വലിയ സൈസുള്ള ഡിസ്ക് ബ്രേക്സ് ആണ്. പിന്നെ നോർമൽ അലോയിനെക്കാട്ടും ഫോർജ്ഡ് അലോയ്സ് ആണ്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 1.8 kg ലൈറ്റർ ദാൻ ദ നോർമൽ അലോയ് വീൽസ്. അപ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അലോയ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക. പിന്നെ ടയേഴ്സൊക്കെ ഇരുന്നിരുന്ന് നശിഞ്ഞിട്ടാണ്. ഭയങ്കര ഹാർഡായിപ്പോയി, ഭയങ്കര ഹാർഡ് കോമ്പൗണ്ട് ആയിപ്പോയി ടയേഴ്സൊക്കെ. പിന്നെ നമുക്ക് എഞ്ചിൻ സൈഡ് ഫുൾ കവേർഡാണ്. ഫെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാർബൺ ഫൈബർ പാർട്സ് ആണ്. എനിക്ക് തോന്നുന്നത് എക്സ്ട്രാ കയറ്റിയതാണ്. കാര്യം എഞ്ചിൻ്റെ ആ കവറിൻ്റെ അവിടെ നമുക്ക് കാർബൺ ഫൈബർ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഡ്രൈ ക്ലച്ച് ആട്ടോ നമുക്കിവിടെ കാണാം. നമ്മുടെ റോസിവയുടെ വണ്ടിയിൽ കണ്ടുന്നില്ല അതേപോലത്തെ ഇത് പുറത്തുനിന്ന് റിസോമ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കവറിങ്ങും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ഡ്രൈ ക്ലച്ചാണ് സ്റ്റോക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അറിയാലോ നല്ല സൗണ്ട് ആയിരിക്കും ഇതിന്. പിന്നെ അതുകൂടാണ്ട് ഇവിടെ റിസോമയുടെ ലിവേഴ്സും പിന്നെ ഫുഡ് പാക്ക് അഡ്ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിവിടെ കാണാം. ഇതൊക്കെ ഇതിൽ വന്നാണ്. ഇങ്ങനെ തന്നെയാണ് വണ്ടി എടുത്തേക്കുന്നത്. ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയ വഴിയാണ് നിങ്ങൾ ഈ വണ്ടി കാണുന്നത് കേട്ടോ. പിന്നെ സിംഗിൾ സൈഡ് സ്വിംഗ് ആമാണ്. റിയൽ എനിക്ക് 245 mm ഡിസ്ക് ബ്രേക്സ് ആണ്. ഫുൾ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ.
ആകെ നശിപ്പിച്ചിട്ടേക്കണേന്ന്. ഇത് നമുക്കിനി സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ലിയോവിൻസിൻ്റെ എക്സോസ്റ്റാണ് ഇവിടെ കാണുന്നത്. ശരിക്കും ടെർമിയുടെ എക്സോസ്റ്റാണ് ഇതിന് വരുന്ന സ്റ്റോക്ക് തന്നെ, പക്ഷേ ഇതിൽ ലിയോവിൻസിൻ്റെ എക്സോസ്റ്റാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. പിന്നെ ഇവിടെ ട്രൈ കളറിന് കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റിയർ ഭയങ്കര സൈസാണ്, ഭയങ്കര സൈസാണ് ഇതിൻ്റെ റിയർ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വരെ എയർ വെൻസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നല്ല സൈസ് ഉണ്ട്, നല്ല അടിപൊളി സൈസ്, ഭയങ്കര സൈസ് തോന്നും നമുക്ക് ആ റിയർ കാണുമ്പോഴത്തേക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിംഗിൾ സൈഡ് സ്വിംഗ് ആകുമ്പോൾ നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റ് മാറേണ്ടി വരും. ഇരുന്ന് തുരുമ്പൊക്കെ പിടിച്ച് അതിൻ്റെ ഓറിങ്സും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് മാറേണ്ടി വരും. 2007 ഇറങ്ങിയ വണ്ടിക്ക് അഡ്ജസ്റ്റബിൾ, ഫുള്ളി അഡ്ജസ്റ്റബിൾ ഓളിൻസിൻ്റെ സസ്പെൻഷനാട്ടോ. റിയറിലും ഫ്രണ്ടിലും നോക്കാൻ പോയാൽ അതും ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് 33mm അപ്സൈഡ് ഡൗൺ സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വന്നേക്കണേ. അതുകൂടാണ്ട് ഇവിടെ സ്റ്റിയറിംഗ് ഡാമ്പർ, ഓളിൻസിൻ്റെ തന്നെ സ്റ്റിയറിംഗ് ഡാമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അക്കാലത്ത് ഇറങ്ങിയതിൽ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോയിൽ ഏറ്റവും അടിപൊളി വണ്ടിയായിരുന്നു. ഇതിനെ വെട്ടിക്കാൻ വേറെ ഒരു വണ്ടിയില്ലായിരുന്നു. അപ്പോൾ ഇതിന് എഞ്ചിൻ നോക്കാൻ പോയാൽ ഒരു 1099cc L2 എഞ്ചിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 160 bhp, ഏകദേശം ഒരു 123 Nm ടോർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വെയിറ്റാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. 175 kg ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ പക്ക ഒരു ട്രാക്ക് മെഷീനായിട്ടാണ് അവർ ഈ വണ്ടി ഇറക്കിയേക്കണേ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ്ട്രാ ആക്സറി ആയിട്ട് ഈ സാധനമൊക്കെ കയറിയിട്ടുണ്ട്. ക്ലച്ചൊക്കെ പോയി, എല്ലാം ഹൈഡ്രോളിക്കാണ്. ഫുൾ ലിക്വിഡൊക്കെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്സൊക്കെ ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതും സെറ്റ് ചെയ്തെടുക്കണം. ഈ മിറേഴ്സ് ആയാലും നല്ല ഭംഗിയാണ്, ഒരെണ്ണം ഓടിഞ്ഞിട്ടുണ്ട്. ഭയങ്കര വില കേട്ടോ ഈ മിറർ. 15,000 രൂപ എന്താണ് ഈ ഒരു മിററിൻ്റെ വില ഉണ്ടോ. ഇത് TYG എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ കാർബൺ ഫൈബർ കിറ്റാന്ന് തോന്നുന്നു ഇതിൽ എക്സ്ട്രാ കയറ്റിയേക്കണം, ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ വൺ ഓഫ് ദ റെയറസ്റ്റ് ബൈക്സ് ഇൻ ഇന്ത്യ എന്ന് തന്നെ വേണേൽ പറയാം. ഇതങ്ങനെ നമ്മൾ കസ്റ്റംസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തി എടുത്തുവിടുക പുറത്തേക്ക്. ജസ്റ്റ് വണ്ടിയിൽ നിന്ന് കയറിയിരിക്കുക കേട്ടോ. വണ്ടിയിൽ നിന്ന് കയറിയിരിക്കുമ്പോൾ മനസ്സിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഏകദേശം 173 to 175 kg ആണ്. നമ്മുടെ ഏകദേശം 790 ജസ്റ്റ് കുറച്ച് വെയിറ്റ് കുറവാണ്. ബട്ട് യെസ് ഇറ്റ്സ് വെരി ഭയങ്കര ലൈറ്റ് വെയിറ്റാണ് വണ്ടി. നല്ല രസമുണ്ട് ഇരിക്കാനായാലും. ഞാൻ ജസ്റ്റ് ഓണാക്കി കാണിച്ചിട്ട് നമ്മൾ ബാറ്ററി ഫിക്സ് ചെയ്തിട്ടുണ്ടായി കണ്ടോ. ഇതാണ് നമ്മുടെ കൺസോൾ. 2007 ഈ കൺസോളൊക്കെ ഭയങ്കര സെറ്റപ്പ് തന്നെയായിരുന്നു. നമുക്കിവിടെ മോഡ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. നല്ല അടിപൊളിയാണ്. സൗണ്ട് കേൾക്കാൻ പറ്റില്ല, സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഇപ്പോൾ. ഇവിടെ സീറോ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു വൈസറും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ ടാങ്ക് കപ്പാസിറ്റി നോക്കാൻ പോയാൽ 15.5 liters ആണ്. ഇത് ഫൈബറിൻ്റെ ടാങ്ക് ആട്ടോ. ഇത് കവറല്ല, ഇതിൻ്റെ അകത്തും ഫൈബർ തന്നെയാണ്. ഇത് പിന്നെ നമ്മൾ പെട്രോൾ ടാങ്കിൻ്റെ ലോക്കല്ല, നമ്മളിത് പുഷ് ചെയ്ത് തിരിച്ച് തുറക്കുന്ന ടൈപ്പ് ഒരു ലോക്കാണ്. അത് എനിക്ക് തോന്നുന്നു റേസ് ബൈക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതും എക്സ്ട്രാ വെച്ചേക്കണതാണ്. TYG എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എക്സ്ട്രാ ആയിട്ട് കയറ്റിയേക്കണാണ് ഇത്. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ അന്ന് കണ്ടുവന്നില്ലേ നമ്മുടെ ഡുക്കാറ്റിയിൽ നമ്മുടെ V4 SP കണ്ടുവന്നിരിക്കണ പോലെ തന്നെ നമുക്ക് ലാപ്പ് ടൈമറോ അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ നമ്മുടെ ഡാറ്റ അനലൈസർ ഉണ്ട്. ഇത് ട്രാക്ക് മെഷീൻ ആയതുകൊണ്ട് അന്ന് നമ്മൾ കണ്ടില്ല ഒരു ചെറിയൊരു USB. അത് ഇതിൻ്റെ അകത്ത് കുത്തിയാൽ നമുക്ക് ട്രാക്കിൽ നമ്മളെ ഓരോ ലാപ്പ് ഓടിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഡാറ്റ അനലൈസ് ചെയ്ത് നമുക്ക് റൈഡർ തിരിച്ച് പിറ്റ് സ്റ്റോപ്പിലേക്ക് വന്നിട്ട് നമുക്കത് ഫുൾ അനലൈസ് ചെയ്യാം. വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വരെ അന്നത്തെ ആ ഒരു വണ്ടിയിലുണ്ട്. പിന്നെ പെയിൻറ്റിനൊന്നും ഒരു കുഴപ്പമില്ല, പക്ക ക്വാളിറ്റി തന്നെ ഇപ്പോഴും ആ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കണം. നമ്മുടെ വണ്ടി ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക്. സീറ്റ് ഹൈറ്റൊക്കെ ഭയങ്കര ലോ ആണെങ്കിലും സസ്പെൻഷൻ പോയി കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ലോ എന്ന് തോന്നുന്നത്. ഇത്രയും ലോ അല്ല, സത്യം കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടാവാറുണ്ട്. ബട്ട് സ്റ്റിൽ യെസ്, അങ്ങനെ ഫൈനലി ഈ വണ്ടി നമ്മൾ ഇറക്കി പുറത്തേക്ക്. നമ്മുടെ ഡുക്കാറ്റി 1098S ലിമിറ്റഡ് എഡിഷൻ ട്രൈ കളർ ബൈക്ക്, ഓൺലി 1013 ഇൻ വേൾഡ്. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഡുക്കാറ്റി അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടു. അപ്പോൾ ഈ ഡുക്കാറ്റിയുടെ നമുക്ക് ഫുൾ റീസ്റ്റോർ ചെയ്തിട്ട് കാണാം എന്താ അവസ്ഥ വണ്ടിയുടെ എന്ന്. എന്തായാലും ഒരു അടിപൊളി ബൈ തന്നെയാണ് കേട്ടോ. ഭയങ്കര ലിമിറ്റഡ് എഡിഷൻ സാധനമാണ്. നമ്മുടെ കൂട്ടത്തിൽ വന്നപ്പെട്ടിരിക്കണം നമ്മുടെ അഷ്കർ വണ്ടി അങ്ങനെ എടുത്തു. ആ വണ്ടിനെ രക്ഷപ്പെടുത്തി അല്ലേ സത്യം പറഞ്ഞാൽ. അത് അത്രയും മോശമായി കിടന്നൊരു വണ്ടിയാണ്. ഇനി അടുത്ത എനിക്ക് തോന്നുന്നു ഏകദേശം എങ്ങനെ പോയാലും ഒരു 2-3 മാസം എടുക്കും അത് ഫുൾ റീസ്റ്റോർ ചെയ്ത് കിട്ടാൻ. നമ്മുടെ ഡുക്കാറ്റി കൊച്ചിയിൽ ഓൾറെഡി പണ്ട് ഇങ്ങനെ ഒരു നമ്മുടെ റോസിബായുടെ വണ്ടി, നമ്മുടെ ആലപ്പുഴ റോസിജൻ്റെ വണ്ടി, ഒരു മോൺസ്റ്റർ 2004 മോഡൽ മോൺസ്റ്റർ ഫുൾ റീസ്റ്റോർ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഈ വണ്ടിയും ഒരു അടിപൊളി കണ്ടീഷനിൽ തന്നെ ഡുക്കാറ്റി കൊച്ചിയിൽ നിന്ന് നമുക്ക് ചെയ്തു തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ നമുക്ക്. അപ്പോൾ എന്തായാലും ഫുൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫെയിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ലൈക്കൻ അറിയിക്കുന്നതായിരിക്കും സാധനം ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ 1098S ട്രൈ കളർ എഡിഷൻ. ആരത്? ഓ മയു കിഷിയ. ഇതിൽ പിന്നെ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
എന്താണ് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങണം. കോളേജ് വിടുന്ന സമയത്ത് വണ്ടിയായിട്ട് കോഴിത്തരം കാണിക്കാൻ വേണ്ടി ഇറങ്ങാൻ രജീഷിന്റെ മെയിൻ പരിപാടി. അതെ, ഒന്നെങ്കിൽ ഈ വേഷത്തിലായിരിക്കും അല്ലെങ്കിൽ വണ്ടിയിലായിരിക്കും. എന്താടാ അവന്റെയാ